എന്നും മഴ. മഴയെന്ന് പറയുമ്പോൾ മഴ സംഗീതം, സാഹിത്യം, രാഗം, ഇതൊക്കെ കലർന്ന സ്നേഹം, ആർദ്രത, ജലത്തുള്ളികൾ, മഞ്ഞുതുള്ളികൾ. മഴ മഴ എന്ന് പറയുമ്പോൾ മഴയെക്കുറിച്ചൊരു കുറേ ഇത്രയധികം പാട്ട് പാടിയാലും കവികൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് വർണ്ണിച്ചിട്ടുള്ളത് മഴയെക്കുറിച്ചായിരിക്കും. മഴത്തുള്ളി, മഴത്തുള്ളിക്കിലുക്കം, മഴ, മഴമേഘങ്ങൾ. മഴയെക്കുറിച്ച് മഴ എങ്ങനെ ഈ മഴ ഉണ്ടാകുന്നത് അല്ലേ? നമ്മുടെ നാട് കേരളം, മഴയുടെ നാട് തന്നെയാണ് കേരളം. ജൂൺ അങ്ങോട്ട് തുടങ്ങിയാൽ മഴയെന്ന് പറയുമ്പോൾ നമുക്കിത് വേനൽ മഴയാണ്. മാർച്ച് ഏപ്രിലൊക്കെ നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് മാസത്തിലൊക്കെ ഭയങ്കര വേനലാണ്. മെയ് അവസാനത്തോടുകൂടിയൊക്കെ നമ്മുടെ കാലവർഷം കനിഞ്ഞനുഗ്രഹിച്ച് ഇവിടെ വരും. അപ്പോൾ നമുക്ക് മെയ് അവസാനമൊക്കെയാണ് നമ്മുടെ മഴ. ഇപ്രാവശ്യം കണ്ടില്ല മഴയുടെ ആ ഭംഗി നോക്കിയാട്ടെ, എന്തുമാത്രം മനോഹാരിത. അതിലോട്ട് ആ വെള്ളം, ആ വൃക്ഷത്തലപ്പുകളിലൊക്കെ അങ്ങ് വെള്ളം വീഴുമ്പോൾ ഉണ്ടാകുന്ന ആ മനോഹാരിത. നമ്മൾ തന്നെ അങ്ങ് ആ മഴയത്ത് നനഞ്ഞ് നമ്മളങ്ങ് മഴയിൽ കുളിക്കുക അല്ലേ? മഴയിൽ കുളിച്ച് നിൽക്കുന്ന സസ്യം. എനിക്ക് തോന്നുന്നു ലോകത്തിൽ ഇതുപോലെ മനോഹാരിത മറ്റൊന്നുമില്ല, മഴയിൽ കുളിച്ച് നിൽക്കുക. എന്തായാലും മഴയിൽ കുളിച്ച് നിൽക്കുന്നതിൻ്റെ ഒരു പ്രത്യേക ഭംഗി, ചാരുത, ഭാവനാസാന്ദ്രമാക്കുന്ന ഒന്നാണ് മഴ അല്ലേ? അപ്പോൾ മഴ തന്നെ ഏതെല്ലാം തരത്തിലുണ്ട്, പലതരത്തിലുള്ള മഴ. ഇപ്പോൾ നമുക്ക് കാലവർഷമാണ് അല്ലേ? കാലവർഷമാണ് നമുക്ക് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഇടതൂർന്ന മഴയാണ്. പക്ഷേ ഇപ്പോഴത്തെ മഴയെന്ന് പറയുമ്പം ഞാൻ ഈ പ്രാവശ്യത്തെ മഴ ഞാൻ ശ്രദ്ധിച്ചത്, ഒരു മഴ പെയ്യും, പിന്നെ മഴയില്ല, പിന്നെ ഒരു 2 ദിവസത്തേക്ക് മഴ പെയ്യും. മഴ പെയ്താലും തുടർച്ചയായിട്ടുള്ള മഴയില്ല. അത് കാരണം കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൽ നിന്നൊക്കെ പറയുന്നുണ്ട് മഴ പെയ്യും, ജില്ലയിലെ സ്കൂളുകൾക്കൊക്കെ അവധിയാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നേരം വെളുക്കുമ്പോൾ മഴയൊന്നുമില്ല. മഴ ഇങ്ങനെ വന്ന് നമ്മളെ പറ്റിച്ച് കടന്നു പോകുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. എങ്കിലും മഴ വളരെ നല്ലതാണ്. മഴ അപ്പോൾ ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ മഴത്തുള്ളികൾ ഇങ്ങനെ വീണുകൊണ്ടേയിരിക്കുകയാണ്. മഴ ഇങ്ങനെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നേരത്തേക്കാണെങ്കിൽ ഓട് പാകിയ വീടിൻ്റെയൊക്കെ ആ ഓടിൻ്റെ ഇടയിൽ കൂടി ഇങ്ങനെ വെള്ളം ഇങ്ങനെ വീണ് താഴോട്ട് നമുക്ക് കൈകൊണ്ടൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ പിടിക്കാം. തുള്ളിയോട്ട് വെള്ളം ഇങ്ങനെ വരും. അതുപോലെ തന്നെ മണൽപ്പുറത്തൊക്കെ വെള്ളം ഇങ്ങനെ വീഴുന്നെങ്കിൽ അവിടെ ഇങ്ങനെ വെള്ളം വീണ് അവിടെ ഒരു കുഴി പോലെ രൂപപ്പെടും. അപ്പോൾ മഴയുടെ ഓരോ രൂപങ്ങളാണ് അത്. വീട്ടുമുറ്റത്തൊക്കെ മണൽ നിറഞ്ഞ മുറ്റമൊക്കെ ആണെങ്കിൽ അവിടെ മുറ്റത്തൊക്കെ ഇങ്ങനെ ആ വെള്ളം ഒഴുകിപ്പോവുകയും അതുപോലെ തന്നെ വെള്ളം വീഴുന്നിടം മണ്ണിങ്ങനെ തെളിഞ്ഞ് വരും. അവിടെ ഒരു കുഴി പോലെയാവും. നല്ല രസം അതൊക്കെ കാണാൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കല്ലും പുറത്തൊക്കെ ജീവിക്കുന്നതിനേക്കാട്ടിൽ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നത് മണൽത്തരികൾ പാകിയ തറയും എല്ലാം എപ്പോഴും നല്ലതാണ്. എന്നാൽ ചോദിക്കും മണലാരണ്യമാണോ എന്ന്. മണലാരണ്യവും ഇഷ്ടമാണ്. ഇഷ്ടപ്പെടാത്തത് പൂഴിമണ്ണൊക്കെ ഇങ്ങനെ വാരി കളിക്കുവാനും നമ്മളെ ഒരു കുഞ്ഞായിട്ട് അല്ലെങ്കിൽ കുട്ടികളായിരിക്കുമ്പോഴത്തെ പോലെ മഴയത്തൊക്കെ നമുക്ക് എത്തി നോക്കുവാനും ഒക്കെ ഭയങ്കര നിർവൃതിയും സന്തോഷവും സ്നേഹവും ആനന്ദവും പരിലാളനവും ഒക്കെ തരുന്ന ഒന്നാണ് ഈ മഴയെന്ന് പറയുമ്പോൾ മഴയത്ത് ഇങ്ങനെ നോക്കിയിരിക്കുമ്പം നമുക്ക് സംഗീതം, സാഹിത്യം ഇതെല്ലാം ഉണ്ടാവും. കണ്ടില്ലേ, കലങ്ങി മറിഞ്ഞ് മഴ ചിലപ്പോൾ കലി തുള്ളും അല്ലേ? വെള്ളം ഇങ്ങനെ തോടുകളിലൂടെയൊക്കെ ഒഴുകുമ്പോൾ ചിലപ്പോൾ കലങ്ങി മറിഞ്ഞ് നമുക്ക് കാണാം തോടുകളും നദികളും
അരുവികളും പുഴകളും ഒക്കെ ഇങ്ങനെ കലങ്ങി മറിഞ്ഞ് രൗദ്രഭാവം പൂണ്ടൊഴുകുന്നതായിട്ട് കാണാം. അതാ പിന്നെ അത് ഒരു പ്രളയത്തിൻ്റെ ഒരു ഇതാണ്. ഒരു പ്രളയം ഉണ്ടാകുന്ന സമയത്താണ് ഇങ്ങനെ രൗദ്രഭാവം പൂണ്ട് വെള്ളം എന്ന് പറയുമ്പോൾ നമ്മളെ സ്നേഹിക്കുന്നതാണ്. ചില സമയത്തൊക്കെ വെള്ളം മൂലം നമുക്ക് അപകടവും ഉണ്ടാകാം. അപ്പം നമ്മുടെയൊക്കെ നാട്ടിലിങ്ങനെ എന്തുകൊണ്ടാണ് നമുക്കത് ഒന്ന് ചിന്തിക്കാം. നമുക്ക് വെള്ളം രൗദ്രം ആകുന്നത് എപ്പോഴാണ്, എന്താ? നമുക്ക് പണ്ട് കാലത്തൊക്കെ വെള്ളപ്പൊക്കമൊക്കെ ഉണ്ട്. എല്ലാ കാലത്തും ഭൂമി ഉണ്ടായ കാലത്തെല്ലാം വെള്ളപ്പൊക്കം ഉണ്ട്. എങ്കിലും ഇപ്പം ഒന്നുകൂടി ചില സമയത്തൊക്കെ ഇതിൻ്റെ രൂക്ഷത തീവ്രത കൂടുതലാണ്. കാര്യം എന്താ? നമ്മൾ മനുഷ്യൻ തന്നെയാണ് ഇതിൻ്റെ കാരണം. അപ്പോൾ നല്ല സ്ഥലങ്ങൾ ഫലഭൂയിഷ്ടമായിട്ടുള്ള പ്രദേശങ്ങളെല്ലാം, അതായത് താഴ്ന്ന നിലങ്ങൾ, കൃഷിക്കനുയോജ്യമായ വളക്കൂറുള്ള മണ്ണുകൾ, നിരന്ന പ്രദേശങ്ങളെല്ലാം നമ്മളെന്ത് ചെയ്തു? മണ്ണിട്ടത് പൊക്കിയെടുക്കുകയുണ്ടായി. അപ്പം പ്രകൃതിദത്തമായിട്ടുള്ള ചില അതിരുകൾ പ്രകൃതി തന്നെ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലുപരി മനുഷ്യനിർമ്മിതമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണ് അവിടെ ഒരു അപകട സാധ്യത തെളിയുന്നത്. അപ്പം മണ്ണിട്ട് അവിടെ നികത്തി സമയത്ത് ഒരു സ്ഥലത്തെ കുന്നായിരിക്കുമല്ലോ ഇടിച്ച് ഇവിടേക്ക് കൊണ്ടുവന്നിട്ട് നികത്തിയിരിക്കുന്നത്. അപ്പോൾ ആ പ്രകൃതിയുടെ സന്തുലനാവസ്ഥയ്ക്കാണ് മാറ്റം വന്നിരിക്കുന്നത്. കുന്ന് ഇടിച്ചു, ഉയർന്നു നിൽക്കേണ്ട ഭാഗം ഇടിച്ചു. അവിടെ ഭൂമിക്ക്, അതായത് ഭൂമിയെ ചലിപ്പിക്കുവാൻ, ഭൂമിയെ താങ്ങി നിർത്തിയിരുന്നതാണ് ഈ കുന്ന്, അല്ലേ? അതായത് ഭൗമോപരിതലത്തിൻ്റെ സുരക്ഷയാണ് ഈ കുന്നുകളാൽ വലയം ചെയ്തിരിക്കുന്ന പ്രദേശം. അപ്പോൾ അങ്ങനെ ഭൗമോപരിതലമൊക്കെ നല്ല അതിൻ്റെ ആ കുന്നുകളൊക്കെ ഇടിച്ച് താഴ്ത്തുമ്പോൾ ആ ഭാഗം ബലക്ഷയമുള്ളതായിട്ട് മാറും. അതുപോലെ തന്നെ ആ കുന്ന്, അപ്പോൾ അവിടെ എന്ത് ചെയ്യുന്നു? ഭൂമിയുടെ അന്തർഭാഗത്തുള്ള ചലനങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് തന്നെ അവിടെ ഭൂമിയുടെ ആ ഭാഗമൊക്കെ പ്രകമ്പനം കൊള്ളും. ഭൂമി ഒന്നുകൂടി ഇടിഞ്ഞു താഴുന്നതിനുമൊക്കെ ഇത് കാരണമാകും. അതുപോലെ തന്നെ താഴ്ന്ന സ്ഥലത്ത് മണ്ണിട്ട് പൊക്കുമ്പോൾ വെള്ളം ഇവിടെ താഴും, അല്ലേ? വെള്ളം എവിടേക്കാണ് താഴ്ന്നു പോകുന്നത്? താഴ്ന്നു പോകാൻ അതിന് സ്ഥലമില്ല. അപ്പോൾ ഈ പാവം വെള്ളം എന്ത് ചെയ്യും? ഏതിലേക്കൂടെങ്കിലും സ്ഥലമുള്ള ഇടത്തുകൂടി അത് ഒഴുകും. നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലത്തും. ഞാനിപ്പോൾ അടുത്ത കാലത്ത് ഒരാൾ പറഞ്ഞതാണ്, ഞങ്ങളുടെ അടുത്തുള്ളൊരു തോടുണ്ടായിരുന്നു. അപ്പോൾ ആ തോട്ടിൽ കൂടെ അല്ല വെള്ളം പോകുന്നത്, അപ്പുറത്തെ പുരയിടത്തിൽ കൂടെ വെള്ളം പോകുന്നത്. എന്താ കാര്യം? മുകളിൽ എവിടെയോ മണ്ണിട്ട് അവിടെ തോടൊഴുകി വരുന്ന ഏതോ ഭാഗത്ത് മണ്ണിട്ട് അവിടെ അടയ്ക്കുകയോ പാറയോ എന്തെങ്കിലും കൊണ്ടിട്ട് നികത്തി കാണും. അപ്പോൾ വെള്ളം എന്ത് ചെയ്യുന്നു? നേരെ അതിൻ്റെ ഫ്ലോ വരുന്നില്ല, ഒഴുകി പോകാൻ സാധിക്കുന്നില്ല. അതെവിടെയെങ്കിലും വെച്ച് അത് സ്ട്രക്കായിപ്പോയി കാണും. എവിടെയെങ്കിലും വെച്ചത് ഗതി മാറി ഒഴുകും. അപ്പോഴെന്ത് ചെയ്യും? മനുഷ്യന് താമസിക്കുന്ന വീടുകൾ, മനുഷ്യവാസമുള്ള മേഖലകൾ, കൃഷിസ്ഥലങ്ങൾ, ആടുമാടുകളെ വളർത്തുന്ന സ്ഥലങ്ങൾ, അങ്ങനെയുള്ള സ്ഥലത്തുകൂടിയൊക്കെ വെള്ളം, നദി അല്ലെങ്കിൽ തോടുകളൊക്കെ ഗതി മാറി ഒഴുകും. അത് ജീവന് തന്നെ വൻ ഭീഷണിയാണ്. ഇതെല്ലാം ആരാണ് കാരണക്കാർ? മനുഷ്യൻ തന്നെയാണ്. മനുഷ്യൻ്റെ പ്രവർത്തനങ്ങളാണ് ഇതിനെല്ലാം ഒരു പരിധിവരെ കാരണമായി ഇരിക്കുന്നത്. ഇതെല്ലാം എന്ത് വേണം? ഗവൺമെൻറ് അടിയന്തിരമായി ഇടപെടുകയും, മഴക്കാല കെടുതികൾ ഒരുപാടുണ്ട്, അന്നേരം മാത്രം ഗവൺമെൻറ്റുകളൊന്നും ഉണർന്ന് പ്രവർത്തിച്ചാൽ പോരാ. നേരത്തെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓർഡറുകളുണ്ട്, ഇന്ന സ്ഥലത്തൊന്നും മണ്ണിട്ട് നികത്തരുത് എന്നൊക്കെ. എന്നാലും പല സ്ഥലങ്ങളിലും പലരും മണ്ണ് ഒക്കെ ഇട്ട് നികത്തി ഭൂമിക്ക് ദോഷകരമായ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. ഇത് മനുഷ്യനെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു. അപ്പോൾ എന്താ? മനുഷ്യൻ്റെ വളർച്ചയ്ക്ക് ഇത് വലിയ ഒരു തടസ്സമായിട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് നമുക്കൊരു ശുഭാപ്തി വിശ്വാസത്തോടുകൂടി മഴയൊക്കെ കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാം. ഇനിയെങ്കിലും ഭൂമിയെ തകിടം മറിക്കരുത്.